Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? നമുക്കിന്ന് ബേസിക് സയൻസിലെ ഏത് ചാപ്റ്ററാ പഠിക്കാൻ പോകുന്നത്? ഫുഡ് സ്പോയിലേജ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ബേസിക് സയൻസിൽ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പാക്ട് ഓഫ് ഫുഡ് വേസ്റ്റേജിനെ കുറിച്ച് പഠിച്ച് പിന്നെ എന്ത് പഠിച്ചു? What can we do to avoid food loss and food wastage? ഇങ്ങനെ ഫുഡ് വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഫുഡ് പ്രിസർവേഷൻ പഠിക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫുഡ് പ്രിസർവേഷൻ, ഭക്ഷണം സംരക്ഷിക്കുന്നത്. ഫുഡ് പ്രിസർവേഷൻ ഈസ് preventing the growth of bacteria, fungi such as yeast or other microorganisms and so increasing the shelf life of food. Some of the way of food preservation are as follows. Food preservation is preventing the growth of bacteria, fungi or other microorganisms and so increasing the shelf life of food. എന്താണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗസ് അതുപോലെയുള്ള മറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ വളർച്ചയെ പ്രിവെന്റ് ചെയ്തുകൊണ്ട്, അതായത് ഫംഗസ് ആയാലും ബാക്ടീരിയ ആയാലും മറ്റ് സൂക്ഷ്മ ജീവികളുടെ ഒക്കെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് ഫുഡ് സംരക്ഷിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്, ഭക്ഷണ സംരക്ഷണം എന്ന് പറയുന്നത്. Food preservation is preventing the growth of bacteria, fungi or other microorganisms and so increasing the shelf life of food. എന്താണ്? ബാക്ടീരിയ, ഫംഗസ്, മറ്റ് സൂക്ഷ്മ ജീവികൾ എന്നിവയുടെയൊക്കെ വളർച്ച തടഞ്ഞുകൊണ്ട് ഫുഡ് സംരക്ഷിക്കുന്നതാണ് എന്ത്? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. Some of the way of food preservation are as follows. അപ്പൊ ഫുഡ് പ്രിസർവേഷന് വേണ്ടിയുള്ള ചില മാർഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? ഷെൽഫ് ലൈഫ്. എന്താണ് ഫസ്റ്റ്? ഷെൽഫ് ലൈഫ്. എന്താണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്? എന്താണ് ഷെൽഫ് ലൈഫ്? ഷെൽഫ് ലൈഫ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ദാറ്റ് എ കമ്മോഡിറ്റി മേ ബി സ്റ്റോർഡ് വിതൗട്ട് ബിക്കമിങ് അൺഫിറ്റ് ഫോർ യൂസ്. എന്താണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്? ഷെൽഫ് ലൈഫ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ദാറ്റ് എ കമ്മോഡിറ്റി മേ ബി സ്റ്റോർഡ് വിതൗട്ട് ബിക്കമിങ് അൺഫിറ്റ് ഫോർ യൂസ്. എന്താണ്? ഒരു സാധനം ഉപയോഗശൂന്യമാകാതെ, എന്നുവെച്ചാ ഉപയോഗയോഗ്യം അല്ലാതെ ആകാതെ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. Shelf life is the length of time that a commodity may be stored without becoming unfit for use. എന്താണ്? ഒരു സാധനം ഉപയോഗിക്കുന്നതിന് യോഗ്യമല്ലാതാകാതെ, എന്നുവെച്ചാ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ, ഒരു സാധനം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ, ഒരു സാധനം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തില് സൂക്ഷിച്ചു വെക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. Shelf life is the length of time that a commodity may be stored without becoming unfit for use. എന്താണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്? ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ, ഉപയോഗയോഗ്യമാകുന്ന രീതിയിൽ തന്നെ, എന്താണ്? ഉപയോഗയോഗ്യമാകുന്ന രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഡ്രൈ. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഡ്രൈയിങ്. എന്താണ്? ഡ്രൈയിങ്. എന്താണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്? ഉണക്കുക അല്ലേ? ഡ്രൈ എന്ന് വെച്ചാ ഉണങ്ങിയതല്ലേ? ഡ്രൈയിങ് എന്ന് വെച്ചാ ഉണക്കൽ, ഉണങ്ങുന്നത്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് removal of moisture or water from the food which helps in the growth of microorganisms. Drying. എന്താണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്? This method involves removal of moisture or water from the food which helps in the growth of microorganisms. എന്താണ്? ഫുഡിലുള്ള വാട്ടറും മോയ്സ്ചറും ഒക്കെ,
ഈ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ സഹായിക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മജീവികൾക്ക് വളരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഈർപ്പവും വെള്ളവും ഒക്കെ ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനാണ് എന്താണ് പറയുക, ഡ്രൈയിങ് എന്ന് പറയുന്നത്. This method involves removal of moisture or water from the food, which help in the growth of microorganism. മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഈർപ്പമോ അല്ലെങ്കിൽ വെള്ളമോ ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക, ഡ്രൈയിങ് എന്ന് പറയുന്നത്. This method involves the sun drying, blowing hot air on the food. An example of food preserved in this manner is dried fruits like raisin, apricot, dried mint leaves and so on. This method involves sun drying, blowing hot air on the food. An example of food preserved in this manner is dried fruit like raisin, apricot, dried mint leaves and so on. This method involves sun drying, blowing hot air on the food. An example of food preserved in this manner is dried fruits like raisin, apricot, dried mint leaves and so on. എന്താണ് ഈ മെത്തേഡ് വഴി വെയിലത്ത് വെച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണക്കുന്നു, അതായത് സൂര്യപ്രകാശം ഏറ്റ് സാധനങ്ങൾ ഉണക്കുന്നു. അത് കൂടാതെ എന്ത് ചെയ്യുന്ന ഭക്ഷണത്തിൽ ചൂടുള്ള വായു വീശിക്കൊണ്ടും ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണക്കുന്നു. An example of food preserved in this manner is dried fruits like raisin, apricot, dried mint leaves and so on. എന്താണ് ഉണങ്ങിയ മുന്തിരി, അതുകൂടാതെ ആപ്രിക്കോട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഉണങ്ങിയ പുതിനയില എന്നിവയൊക്കെ ഈ ഡ്രൈയിങ്ങിനുള്ള എക്സാമ്പിൾ ആണ്. സാൾട്ടിങ്, അടുത്ത എന്താണ് സാൾട്ടിങ്. എന്താണ് അടുത്തത്, ഒരു മെത്തേഡാണ് സാൾട്ടിങ്. എന്താണ് സാൾട്ടിങ് എന്ന് പറയുന്നത്? In this process, the food is coated with a lot of salt. It is one of the oldest method of preservation. Salting. എന്താണ് salting? In this process, the food is coated with a lot of salt. It is one of the oldest method of preservation. എന്താണ് സാൾട്ടിങ്? സാൾട്ടിങ്ങില് ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ഉപ്പില് പൊതിഞ്ഞു വെക്കുന്ന, ഒരുപാട് ഉപ്പില് ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു വെക്കുന്ന, ഭക്ഷണം എന്ത് ചെയ്യുന്നത്, ധാരാളം ഉപ്പില് പൊതിഞ്ഞു വെക്കുന്ന ഈ ഒരു രീതിയിൽ എന്താണ് ഒരു പഴയ രീതിയാണ്. അതായത് ഏറ്റവും പഴയ ഒരു രീതിയാണ് ഫുഡ് സംരക്ഷിച്ച് വെക്കുന്നതിനുള്ള ഏറ്റവും പഴയ ഒരു മെത്തേഡാണ് എന്ത്, സാൾട്ടിങ് എന്ന് പറയുന്നത്. അതായത് ഉപ്പിട്ട് വെക്കുക എന്ന് പറയുന്നത്. സാൾട്ടിങ് ഈസ് യൂസ്ഡ് because most bacteria, fungi and other organisms die in a high salty environment. Examples are fish and meat coated with salt. Salting is used because most bacteria, fungi and other organisms die in a highly salty environment. Examples of fish and meat coated with salt. ബാക്ടീരിയ, ഫംഗസ് അതുപോലെയുള്ള ഓർഗാനിസം ഒക്കെ തന്നെ ഈ ഉപ്പിട്ട് വെക്കുമ്പോൾ ഉള്ള ഒരു എൻവയോൺമെന്റിൽ എന്ത് സംഭവിക്കും, മരിച്ചു പോകും. ഈ ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഓർഗാനിസം ഒക്കെ തന്നെ ഉപ്പിൽ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും, നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപ്പിട്ട് സൂക്ഷിക്കുന്നത്. എക്സാമ്പിൾസ് ആർ ഫിഷ് ആൻഡ് മീറ്റ് കോട്ടഡ് വിത്ത് സാൾട്ട്. ഈ നമുക്കറിയാലോ മീനൊക്കെ ഉണക്കുന്നത് ഉപ്പിട്ടല്ലേ മീനൊക്കെ ഉണക്കുന്നത്. നമ്മൾ മേടിച്ചിട്ടില്ലേ ഈ ഫിഷൊക്കെ ഡ്രൈ ആക്കുന്നത് എങ്ങനെയായിരുന്നു, ഉപ്പിട്ട്. ഉണക്ക മീൻ എന്ന് പറയത്തില്ലേ നമ്മള്, ഫിഷൊക്കെ ഉപ്പിട്ടാണ് ഉണക്കുന്നത്. മീറ്റ് ആയാലും ഉപ്പിട്ടാണ് ഉണക്കി നമ്മള് എന്ത് ചെയ്യുന്നത്, സംരക്ഷിച്ച് വെക്കുന്നത്. ക്യാനിങ്. അടുത്ത എന്താണ്, അടുത്തൊരു മെത്തേഡാണ് ക്യാനിങ്. എന്താണ് ക്യാനിങ്? എന്താണ് ക്യാനിങ് എന്ന് പറയുന്നത്? In this method,
food contents are processed and sealed in an airtight container which bars the entry of any kind of microorganisms present in the air. Canning. എന്താണ് canning? In this method, food contents are processed and sealed in an airtight container which bars the entry of any kind of microorganisms present in the air. എന്താണ് കാനിങ് എന്ന് പറയുന്നത്? ഈ കാനിങ് മെത്തേഡില് ഫുഡൊക്കെ എന്ത് ചെയ്യുന്ന ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് നമ്മൾ അടച്ചു വെക്കുന്നു. ഇങ്ങനെ ഒരു ഫുഡൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? വായുവിലുള്ള മൈക്രോ ഓർഗാനിസം, വായുവിലുള്ള ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസവും ഈ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല, അത് തടഞ്ഞു നിർത്തുന്നു. In this method, food contents are processed and sealed in an airtight container which bars the entry of any kind of microorganisms present in the air. എന്താണ്? ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫുഡൊക്കെ ഇട്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? വായുവിൽ നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള സൂക്ഷ്മജീവികളും ഈ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്രവേശിക്കാതിരിക്കുന്നു. അങ്ങനെ ഫുഡ് എന്ത് ചെയ്യും? ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നു. അടുത്ത എന്താണ്? ഷുഗറിങ്. എന്താണ് ഷുഗറിങ് എന്ന് പറയുന്നത്? ഷുഗറിങ് എന്താണ്? ഷുഗറിങ് എന്ന് പറയുന്നത് ഷുഗറിങ് എന്താണ്? ഷുഗറിങ് എന്ന് വെച്ചാൽ എന്താണ്? In this method, sugar is used for preserving food, mainly fruits. Fruits such as apple, peaches, and plums are cooked with sugar until it crystallization and then it is stored dry. So, which fruit sugar candy is your favorite? Sugar. എന്താണ് ഷുഗറിങ് എന്ന് പറയുന്നത്? In this method, sugar is used for preserving food, mainly fruits. എന്താണ് ഷുഗറിങ്ങിലൂടെ എന്ത് സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതായത് ഷുഗറിങ് മെത്തേഡിലൂടെ ഷുഗർ ഉപയോഗിച്ച്, പഞ്ചസാര ഉപയോഗിച്ച് പ്രധാനമായും എന്താണ് സൂക്ഷിച്ചു വെക്കുന്നത്? എന്താണ് സംരക്ഷിക്കുന്നത്? ഫ്രൂട്ട്സ് സംരക്ഷിച്ചു വെക്കുന്നതിനായിട്ട് ഷുഗർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? ഷുഗറിങ് എന്ന് പറയുന്നത്. പഴവർഗ്ഗങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ, സംരക്ഷിച്ചു വെക്കുന്നതിനായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഷുഗറിങ് എന്ന് പറയുന്നത്. Fruits such as apple, peaches and plums are cooked with sugar until it crystallization and then it is stored dry. So, which fruit sugar candy is your favorite? എന്താണ്? ആപ്പിള്, പീച്ചസ്, പ്ലംസ് തുടങ്ങിയ പഴങ്ങൾ പഞ്ചസാര ഉപയോഗിച്ച് ക്രിസ്റ്റലൈസേഷൻ വരെ പാകം ചെയ്ത് ഉണക്കി സൂക്ഷിക്കുന്നു. എന്താണ്? പഞ്ചസാര ഉപയോഗിച്ച് ഏതൊക്കെ ഫ്രൂട്ട്സാ? ആപ്പിൾ ആയാലും പീച്ചസ് ആയാലും പ്ലംസ് ആയാലും തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ പഞ്ചസാര ഉപയോഗിച്ച് ക്രിസ്റ്റലൈസേഷൻ വരെ പാകം ചെയ്ത് കുക്ക് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുന്നു. ഷുഗറിങ്. എന്താണ് ഷുഗറിങ്? In this method, sugar is used for preserving food, mainly fruits. പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഷുഗർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഷുഗറിങ് എന്ന് പറയുന്നത്. Fruits such as apple, peaches and plums are cooked with sugar until its crystallization and then it is stored dry. ആപ്പിളും പീച്ചസും അതുപോലെ പ്ലംസും തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ പഞ്ചസാര ഉപയോഗിച്ച് ക്രിസ്റ്റലൈസേഷൻ വരെ കുക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഉണക്കി സൂക്ഷിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഷുഗറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പിക്കിളിങ്. എന്താണ് പിക്കിളിങ്? എന്താണ് പിക്കിളിങ്? അച്ചാറില്ലേ? എന്താണ് അച്ചാറ്? Mainly seasonal fruits or vegetables are preserved under this technique. Food products are marinated using oil, various spices like cardamom, cloves, cumin, turmeric,
salt and so on are kept in a glass jar. എന്താണ് പിക്ലിംഗ് എന്ന് പറയുന്നത്? അച്ചാർ എന്ന് പറയുന്നത് എന്താണ് പിക്ലിംഗ്? Mainly seasonal fruits or vegetables are preserved under this technique. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പ്രധാനമായിട്ടും സംരക്ഷിച്ചു വെക്കുന്ന ഫ്രൂട്ട്സ് ആണെന്ത്? ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ആണ് ഈ ഒരു പിക്ലിംഗ് വഴി എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. Mainly seasonal fruits or vegetables are preserved under this technique. അതായത് സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെയാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് സംരക്ഷിച്ച് വെക്കുന്നത്. ഫുഡ് പ്രോഡക്ട്സ് ആർ മാരിനേറ്റഡ് യൂസിങ് ഓയിൽ, വേരിയസ് സ്പൈസസ് ലൈക്ക് കാർഡമം, ക്ലോവ്സ്, cumin, turmeric, salt and so on and are kept in a glass jar. Food products are marinated using oil, various spices like cardamom, cloves, cumin, turmeric and salt and so on and are kept in a glass jar. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ എണ്ണ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യുന്നതാ. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എണ്ണ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ? ഏലം ആയാലും അതുപോലെ ഗ്രാമ്പൂ, ജീരകം, മഞ്ഞൾ, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഒരു ജാറിലിട്ട്, ഒരു ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. Mainly seasonal fruits or vegetables are preserved under this technique. Food products are marinated using oil, various spices like cardamom, cloves, cumin, turmeric, salt and so on and are kept in a glass jar. എന്താണ് പിക്കിളിംഗ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും സീസണൽ ഫ്രൂട്ട്സ് ആണ്, അതുപോലെ വെജിറ്റബിൾസുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എണ്ണ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യുന്നു. അതിലെന്ത് ചെയ്യുന്നു? വേറെ സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടുള്ള ഏലം, ഗ്രാമ്പൂ, മഞ്ഞൾ, ഉപ്പ് തുടങ്ങിയവയൊക്കെ ഇട്ട് ഒരു ജാറിനകത്തിട്ട് വെക്കുന്നു. അതാണ് എന്ത്? അച്ചാർ എന്ന് പറയുന്നത്. Pickles are the important part of Indian food. Who make better pickle, your mummy or your granny? Pickles are the important part of the Indian food. Who make better pickle, your mummy or your granny? Pickles are the important part of the Indian food. Who make better pickle, your mummy or your granny? നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് അച്ചാർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അച്ചാർ ഇടാറില്ല? എല്ലാവരും വീട്ടില്, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ അച്ചാർ ഇടൂലേ? ആരാണ് കൂടുതൽ നന്നായിട്ട് അച്ചാർ ഇടുന്നത്? നിങ്ങളുടെ അമ്മയാണോ അതോ ഗ്രാനിയാണോ? Who make better pickle, your mummy or your granny? ഇനി അടുത്ത ഏതാണ്? ഫ്രീസിങ്. എന്താണ് ഫ്രീസിങ് എന്ന് പറയുന്നത്? അടുത്ത എന്താണ്? ഫ്രീസിങ്. എന്താണ് ഫ്രീസിങ് എന്ന് പറയുന്നത്? ഫ്രീസിങ് എന്താണ് freezing? Freezing is one of the most widely used method of food preservation. Freezing is one of the most widely used method of food preservation. ഫുഡ് സംരക്ഷിച്ചു വെക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. Freezing is one of the most widely used method of food preservation. ഫുഡ് സംരക്ഷിച്ചു വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. This method preserves taste, texture and nutritional value in food better than any other method. എന്താണ് ഈ ഒരു ഫ്രീസിംഗ് രീതിയിൽ മറ്റേതൊരു രീതിയേക്കാളും മികച്ച രീതിയിൽ തന്നെ ഭക്ഷണത്തിന്റെ രുചി, അതുപോലെ ഘടന, പോഷക മൂല്യം തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നു? സംരക്ഷിച്ച് വെക്കുന്നു. Freezing is one of the most widely used method of food preservation. ഫുഡ് സംരക്ഷിച്ച് വെക്കുന്നതിനുള്ള ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്
ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് പ്രിസർവ് ടേസ്റ്റ്, ടെക്സ്ചർ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ ഇൻ ഫുഡ് ബെറ്റർ ദാൻ എനി അതർ മെത്തേഡ്. എന്താണ് ഈ ഫ്രീസിംഗ് മെത്തേഡ് വഴിയാണ് മറ്റേതൊരു രീതിയെക്കാളും മികച്ച രീതിയിൽ തന്നെ ഭക്ഷണത്തിന്റെ രുചിയായാലും ഘടനയായാലും പോഷക മൂല്യമായാലും സംരക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. The food products are stored at or below 80 degree centigrade temperature at which microorganisms cannot grow, and so there is no spoilage of food for a longer time. The food products are stored at or below 80 degrees centigrade temperature at which microorganisms cannot grow, and so there is no spoilage of food for a longer time. എന്താണ് സൂക്ഷ്മജീവികൾ വളരാൻ കഴിയാത്ത തരത്തിലുള്ള സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ കഴിയാത്ത രീതിയിൽ ഉള്ള 18 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലോ അതിൽ കുറവോ താപനിലയിലാണ് എന്ത് സൂക്ഷിക്കുന്നത് ഈ ഫ്രീസിംഗില് ഫുഡ് സംരക്ഷിച്ചു വെക്കുന്നത്. അത് കൂടുതൽ കാലം ഈ ഭക്ഷണം എന്ത് ചെയ്യും കേടാകാതെ ഇരിക്കും. The food products are stored at or below 18 degrees centigrade temperature at which microorganisms cannot grow, and so there is no spoilage of food for a longer time. The food products are stored at or below 80 degrees centigrade temperature at which microorganisms cannot grow, and so there is no spoilage of food for a longer time. എന്താണ് മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ കഴിയാത്ത 18 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ താഴെയാണ് എന്ത് ചെയ്യുന്നത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് ഈ ഫുഡ് കേടാവാതെ ഇരിക്കും. നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് ഫുഡ് പ്രിസർവേഷനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ഏതൊക്കെ രീതിയിലാണ് ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്? ഷെൽഫ് ലൈഫിലൂടെ, പിന്നെന്താണ് ഡ്രൈയിങ്ങിലൂടെ, പിന്നെന്താണ് സാൾട്ടിങ്ങിലൂടെ, പിന്നെന്താണ് ക്യാനിങ്ങിലൂടെ, പിന്നെന്താണ് ഷുഗറിങ്ങിലൂടെ, പിന്നെന്താണ് പിക്കിളിങ്, പിന്നെ ഫ്രീസിങ്. ഏതൊക്കെ മെത്തേഡാണുള്ളത് ഫുഡ് പ്രിസർവ് ചെയ്യാൻ? ഷെൽഫ് ലൈഫ്, ഡ്രൈയിങ്, സാൾട്ടിങ്, ക്യാനിങ്, ഷുഗറിങ്, പിക്കിളിങ്, ഫ്രീസിങ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മൊത്തം പഠിച്ചു തീർന്നായിരുന്നില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിച്ചത്? ഇന്ന് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പഠിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കിക്കേ, വിട്ടുപോയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബാക്ടീരിയ ദാറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത് ഈസ് ഫൗണ്ട് ഇൻ ഡാഷ്. എന്താണ് ബാക്ടീരിയ ദാറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത് ഈസ് ഫൗണ്ട് ഇൻ കേർഡ്. എന്താണ് കേർഡിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയ ഉള്ളത് ഏതിലാണ്? തൈരിലാണ് അല്ലേ? എന്താണ് കേർഡ്. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്രിസർവേഷൻ ടെക്നിക് ഈസ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്രിസർവേഷൻ ടെക്നിക് ഈസ് ഡാഷ്. എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഫുഡ് പ്രിസർവേഷൻ ടെക്നിക് ഏതാണ്? ഫ്രീസിംഗ്. ഏതാണ്? ഫ്രീസിംഗ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്രിസർവേഷൻ ടെക്നിക് ഈസ് ഫ്രീസിംഗ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ് എന്ത്? ഫ്രീസിംഗ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഈസ്.
ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഈസ് ഡാഷ്. എന്താണ് ഏറ്റവും പഴയ രീതിയിലുള്ള ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ് ഏതാണ്? ഏറ്റവും പഴയ രീതിയിലുള്ള ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ് ഏത്? സാൾട്ടിങ്. എന്താണ്? സാൾട്ടിങ്. എന്താണ്? സാൾട്ടിങ്. Oldest method of preservation is salting. Fourth question നോക്കിക്കേ. The journey of food from farmer's field to our plate is known as dash. The journey of food from farmer's field to our plate is known as dash. എന്താണ്? ഫുഡ് സപ്ലൈ ചെയിൻ. The journey of food from farmer's field to our plate is known as food supply chain. എന്താണ് ആൻസർ? ഫുഡ് സപ്ലൈ ചെയിൻ. എന്താണ്? ഫുഡ് സപ്ലൈ ചെയിൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Dash are responsible for rotting of jam, syrup and other sweetened food. എന്താണ്? Yeast. Yeast are responsible for rotting of jams, syrups and other sweetened food. എന്താണ് ആൻസർ? Yeast. എന്താണ്? Yeast. എന്താണ് ആൻസർ? Yeast. എന്താണ്? Yeast. Fifth question നോക്കിക്കേ. Food waste is buried in landfills where it decomposes and release. Food waste is buried in landfills where it decomposes and release. ഈ ലാൻഡിൽ വന്ന് കിടക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടന്ന് ഡീകമ്പോസ് ചെയ്തിട്ട് എന്താണ് റിലീസ് ചെയ്യുന്നത്? മീഥേൻ. എന്താണ്? മീഥേൻ. എന്താണ് റിലീസ് ചെയ്യുന്നത്? മീഥേൻ. എന്താണ്? മീഥേൻ ആണ് റിലീസ് ചെയ്യുന്നത്. Food waste is buried in landfills where it decomposes and release methane. Food waste is buried in landfills where it decomposes and release. എന്താണ് റിലീസ് ചെയ്യുന്നത്? മീഥേൻ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന്റെ ആൻസേഴ്സ് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും അത് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം അത് പഠിച്ചു കേൾപ്പിച്ചതിന്റെ വോയിസും ടീച്ചറിന് ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? വേടന്മാർ ഇല്ലേ? ഇപ്പൊ വേടന്മാരില് നമ്മൾ ആരുടെ കൃതിയാണ്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ആ ഒരു തുള്ളൽ കൃതി, അതിലെ കുറച്ച് വരികളാണ് നമ്മൾ പഠിച്ചത്. വേടന്മാർ എന്ന പാഠഭാഗത്തില് പഠിച്ചത്. അപ്പൊ അതില് നമ്മള് ആ വേടന്മാരുടെ ആ വരികളുടെ അർത്ഥം ഇല്ലേ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ആ കഥാസന്ദർഭം? എന്തായിരുന്നു? ഗന്ധമാദന പർവ്വതത്തില് അല്ലേ പാഞ്ചാലിയും ഭീമനും കൂടെ ഇരിക്കുന്ന സമയത്ത് കാറ്റത്തൊരു എന്തായിരുന്നു കല്യാണ സൗഗന്ധികം, അതിമനോഹരമായ അതിഗന്ധമുള്ള ആ ഒരു പുഷ്പം പാഞ്ചാലിയുടെ കയ്യിൽ വരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എന്താണ്, അത്രയും മനോഹരമായ പുഷ്പം കണ്ടപ്പോ എന്ത് തോന്നി? പാഞ്ചാലിക്ക് വീണ്ടും വീണ്ടും ആ പൂ കിട്ടണം എന്ന് തോന്നി. അപ്പൊ പാഞ്ചാലി എന്ത് ചെയ്തു? തന്റെ ഭർത്താവായ ഭീമനോട് തന്റെ ആഗ്രഹം പറയുന്നു, എനിക്ക് എന്താണ് ഇനിയും ഈ കല്യാണ സൗഗന്ധികം പൂ കിട്ടണം. അപ്പൊ തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ ഭീമൻ ആ കല്യാണ സൗഗന്ധികം പൂ തേടി പോകുന്നു അല്ലേ? പോകുമ്പോ കാട്ടിൽ ചെന്നപ്പോ കാട്ടിനുള്ളിൽ കടന്നു. അതെന്താണ് ഭീമൻ കാണുന്ന കാഴ്ച? നമ്മുടെ കാട്ടാള രാജനും കൂട്ടരും വേട്ടയ്ക്ക് പുറപ്പെടുന്നു. അപ്പൊ അതിനുശേഷം അവരുടെ ആ വേഷവിധാനങ്ങളും അവരുടെ ആ ഒരു ശരീരത്തെയും ഇല്ലേ, അവരുടെ ആ ഒരു രീതിയും ഭാവത്തെ ഒക്കെ കുറിച്ചാണ് നമ്മുടെ വരികളിൽ പറഞ്ഞത്. അതിന്റെ അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ എങ്ങനായിരുന്നു നമ്മുടെ കാട്ടാളരാജന്റെയും കൂട്ടുകാരുടെയും ആ ഒരു വേഷവിധാനമൊക്കെ എങ്ങനായിരുന്നു? എങ്ങനായിരുന്നു? ഭയങ്കര പരാക്രമശാലി ഇല്ലേ? അതുപോലെ ഭയങ്കര പരാക്രമശാലികളായ നമ്മുടെ കാട്ടാളരാജനും കൂട്ടരും അവരുടെ വേട്ടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേട്ടയ്ക്ക് പുറപ്പെടുന്ന കാഴ്ചയാണ് ഭീമൻ കാണുന്നത്. എങ്ങനെയാണ് അവരുടെ ഒരു ഇല്ലേ എന്താ ചെമ്പിച്ച താടിയും മീശ കേശ ഇല്ലേ, ചെമ്പിച്ച മുടിയും താടിയും ഇല്ലേ, മീശയൊക്കെ ചെമ്പിച്ചിരിക്കുന്നു. അതുപോലെ ചെമ്പരത്തി പൂ കണക്കുള്ള കണ്ണായിരുന്നു അല്ലേ, നേത്രങ്ങൾ എന്ന് വെച്ചാൽ ചെമ്പരത്തി പൂ പോലെ നല്ല ചുവന്ന് തുടുത്ത കണ്ണുകള്, അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ. അവരുടെ പല്ല് എങ്ങനെയായിരുന്നു? നല്ല ചന്ദ്രക്കല പോലെ അല്ലേ, അമ്പിളി പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? അഞ്ജന പർവ്വതം പോലെ ശരീരം, കറുത്ത പർവ്വതം പോലത്തെ അവരുടെ ആ ഒരു ശരീരം. പിന്നെന്തായിരുന്നു? അവരുടെ മാല കണ്ടാൽ എന്ത് തോന്നും? അവരുടെ മാലയൊക്കെ കഴുത്തി കിടക്കുന്ന മാല കണ്ടത് അവരുടെ വയറിനകത്തേക്ക് അത് കുത്തി കയറി പോകുന്ന രീതിയിലാണ് അവർ ആ മാല ഇട്ടേക്കുന്നത് അല്ലേ. അതുപോലെ കണ്ടുള്ള മഞ്ഞക്കുറിയുണ്ട്, പിന്നെ നമ്മുടെ മയിൽപ്പീലി കൊണ്ടിട്ടുള്ള ചെറിയ കിരീടമുണ്ട്. അതിനുശേഷം ഇങ്ങനെ വില്ലും അമ്പൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു, കുറച്ച് ഇലയൊക്കെ കൊണ്ട് ഇങ്ങനെ കെട്ടി ബാക്കിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കണ്ടാൽ നമുക്ക് എന്ത് തോന്നുന്നു? ഭയങ്കര തോന്നിക്കുന്ന വേഷവിധാനങ്ങളായിരുന്നു ഈ വേടന്മാരുടെയും, അതായത് എന്താണ് കാട്ടാളരാജന്റെയും കൂട്ടാളി. ഇതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ? നോക്കാം. എല്ലാം റെഡിയല്ലേ? പേജ് നമ്പർ 58 എടുത്തോ എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്കും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നമ്മുടെ പഠന പ്രവർത്തനം ഏതാണ്? പകരം പദം നോക്കാം. ഫസ്റ്റ് പദം ചട്ടക. നമ്മുടെ ടെക്സ്റ്റില് ചട്ടത്തേനാണ് തന്നിരിക്കുന്നില്ലേ, ചട്ടറ്റ. നമ്മൾ ചട്ടക ആക്കണം. ചട്ടക അർത്ഥം എന്താണ്? ഭയങ്കരമായ അല്ലേ. ചട്ടക നമ്മൾ പകരം പദം എന്തെഴുതും? ഭയങ്കരമായ. ചട്ടക എന്താണ് പകരം പദം? ഭയങ്കരമായ. അടുത്ത വാക്ക് നോക്കേ, വിക്രമം. വിക്രമത്തിന്റെ പകരം പദം എന്താ തന്നേക്കുന്നത്? പരാക്രമം. എന്താണ്? പരാക്രമം. അടുത്ത വാക്ക് നോക്കേ, കോപ്പുകൾ. എന്താണ് കോപ്പുകൾ എന്ന് വെച്ചാൽ പകരം പദം? സാധനങ്ങൾ. എന്താണ്? സാധനങ്ങൾ. അടുത്ത വാക്ക് മൃഗോദരൻ. നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ പഠിച്ചില്ലേ, കണ്ടു. മൃഗോദരൻ എന്ന് പറയും. മൃഗോദരൻ എന്താണ് അർത്ഥം? ഭീമൻ. എന്താണ് പകരം പദം? നമ്മൾ എന്തെഴുതും? ഭീമൻ. അടുത്ത വാക്ക് നോക്കേ, കേശം. കേശം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് തോന്നില്ലേ. കേശത്തിന് നമുക്ക് എന്ത് പകരം പദം എഴുതാം? തലമുടി. എന്താണ്? തലമുടി. അടുത്ത നോക്കിക്കേ, അമ്പിളി. അമ്പിളി എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ? ചന്ദ്രൻ. എന്താണ്? ചന്ദ്രൻ. അടുത്ത വാക്ക് ജലം. അഞ്ജന അറിയാൻ തോന്നില്ലേ നിങ്ങൾക്ക്? പകരം പദം അഞ്ജന കണ്ണടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്താണ്? കറുത്തത്. എന്താണ്? കറുത്തത്. കുഞ്ചരം. കുഞ്ചരത്തിന് പകരം പദം എന്തെഴുതും നമ്മള്? ആന. എന്തെഴുതാം? ആന. മായൂരം. മായൂരം കേട്ടിട്ടുണ്ടോ? മായൂരം എന്താ? മയിൽ. അടുത്ത നോക്കിക്കേ, മായൂരപിച്ചം. എന്താണ്? മയിൽപ്പീലി. മായൂരപിച്ചം എന്ന് വെച്ചാൽ എന്താണ്? മയിൽപ്പീലി. മയിൽപ്പീലി എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പകരം പദം. ചട്ടക. എന്താണ് പകരം പദം? ടീച്ചർ നിങ്ങൾ പറഞ്ഞു തന്നെ. ഭയങ്കരമായ. അടുത്ത വിക്രമം. എന്തെഴുതാം? പരാക്രമം. കോപ്പുകൾ. എന്താണ്? സാധനങ്ങൾ. മൃഗോദരൻ. എന്താ? ഭീമൻ. കേശം. എന്താണ് പകരം പദം? തലമുടി. അമ്പിളി. അമ്പിളിക്ക് എന്ത് പകരം പദം എഴുതും? ചന്ദ്രൻ. അഞ്ജനം. അഞ്ജനത്തിനോ? കറുത്തത്. കുഞ്ചരം. എന്താണ്? ആന. മായൂരം. മയിൽ. മായൂരപിച്ചം. മയിൽപ്പീലി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് പര്യായ പദം. പര്യായ പദം എഴുതിയാലോ നമുക്ക്? ആദ്യത്തെ വാക്ക് ഏതാ? കാട്. ഏതാണ്? കാട്. കാടിന് നമുക്ക് എന്തൊക്കെ പര്യായപദം എഴുതാം? നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തന്നെ. എന്തൊക്കെ പര്യായപദം എഴുതാം കാടിന്? അറിയാമോ നിങ്ങൾക്ക്? ഏതൊക്കെ എഴുതാം? ആരണ്യം. എഴുതിക്കൂടെ? ആരണ്യം, വനം, കാനനം. ഇതൊക്കെയാണ് ആരണ്യം, വനം, കാനനം. അപ്പൊ കാടിന് നമ്മൾ എന്തൊക്കെ പര്യായപദം എഴുതും? കാട്. എന്തൊക്കെ എഴുതാം? ആരണ്യം, വനം, കാനനം. അല്ലേ? ആരണ്യം, വനം, കാനനം. കാടിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? ആരണ്യം, വനം, കാനനം. മനസ്സിലായോ മക്കൾക്ക്? ഇനി നമുക്ക് അടുത്ത വാക്കിലോട്ട് പോയാലോ? ഹീമൻ. എന്താണ്? ഹീമൻ. ഹീമന്റെ പര്യായപദം എന്തുമായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു.
ഭീമന്റെ പര്യായപദം എന്താ? ആ, മൃഗോദരൻ. എന്താണ്? മൃഗോദരൻ. ഭീമന്റെ പര്യായപദം എന്താണ്? മൃഗോദരൻ. മനസ്സിലായ മക്കൾക്ക്? എന്താണ് ഭീമന്റെ പര്യായപദം? മൃഗോദരൻ. അടുത്ത വാക്ക് നോക്കേ, മുടി. ഏതാണ്? മുടി. മുടിക്ക് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം? മുടി നിങ്ങൾക്ക് അറിയാവോ? മുടി മുടിക്ക് നമ്മുടെ പര്യായപദങ്ങളാണ് ചിഗുരം. എന്താണ്? ചിഗുരം. ചിഗുരം, കുന്തളം. ചിഗുരം, കുന്തളം, കേശം. മുടിയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? ചിഗുരം, കുന്തളം, കേശം. മനസ്സിലായോ? ഏതൊക്കെയാ മുടിയുടെ പര്യായപദങ്ങള്? ചിഗുരം, കുന്തളം, കേശം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ? പർവ്വതം. ഏതാണ്? പർവ്വതം. പർവ്വതത്തിന് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം? അജലം, പിന്നെ ഏതുണ്ട്? അദ്രി, അടുത്തത് ശൈലം, ഗിരി. അപ്പം പർവ്വതത്തിന് നമ്മൾ എത്ര പര്യായപദങ്ങൾ പഠിച്ചു? അജലം, അദ്രി, ശൈലം, ഗിരി. ഏതൊക്കെയാ? അജലം, അദ്രി, ശൈലം, ഗിരി. ഇനി ഒരു വാക്കുകൂടില്ലേ നമുക്ക്? കണ്ണ്. കണ്ണിന് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം? കണ്ണ്. കണ്ണൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇതൊക്കെ പറഞ്ഞു തന്നെ. കണ്ണിന് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ എഴുതാം? ആ, അക്ഷി. എഴുതിക്കൂടെ? കണ്ണിന് പര്യായപദം. കണ്ണിന് എന്തൊക്കെ പര്യായപദമാണ്? അക്ഷി, നയനം, അക്ഷി, നയനം, പിന്നെ ഏതാ? നേത്രം. ഏതാണ്? നേത്രം. ഏതൊക്കെയാ കണ്ണിന്റെ പര്യായപദങ്ങള്? അക്ഷി, നയനം, നേത്രം. നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പര്യായപദം എഴുതാം അല്ലേ? ഏതൊക്കെ നമ്മൾ പഠിച്ചു? കാട്. കാടിന്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നെ. ആരണ്യം, വനം, കാനനം. ഏതൊക്കെയാ? ആരണ്യം, വനം, കാനനം. അടുത്ത നമ്മൾ ഏതാ പഠിച്ച? ഭീമൻ. ഭീമന്റെ പര്യായപദം എന്തുവായിരുന്നു? ആ, മൃഗോദരൻ. എന്തുവായിരുന്നു? മൃഗോദരൻ. അടുത്ത നമ്മൾ പഠിച്ച ഏത് വാക്കാ? മുടി. ഇല്ലേ? മുടിക്ക് നമ്മൾ ഏതൊക്കെ പര്യായപദങ്ങൾ പറഞ്ഞു? ചിഗുരം, കുന്തളം, കേശം. ഏതൊക്കെയായിരുന്നു? ചിഗുരം, കുന്തളം, കേശം. അടുത്ത നമ്മൾ ഏത് വാക്കാ പഠിച്ചത്? പർവ്വതം. ഇല്ലേ? പർവ്വതത്തിന് നമ്മൾ ഏതൊക്കെ പര്യായപദങ്ങൾ പറഞ്ഞു? അജലം, അദ്രി, ശൈലം, ഗിരി. ഏതൊക്കെയാ പറഞ്ഞത്? അജലം, അദ്രി, ശൈലം, ഗിരി. അടുത്ത നമ്മൾ പഠിച്ച വാക്ക് ഏതാ? കണ്ണ്. അല്ലേ? കണ്ണിന് നമ്മൾ ഏതൊക്കെ പര്യായപദങ്ങൾ പറഞ്ഞു? അക്ഷി, നയനം, നേത്രം. ഏതൊക്കെയാണ്? അക്ഷി, നയനം, നേത്രം. ഇപ്പൊ പര്യായപദം എഴുതാൻ എല്ലാവർക്കും മനസ്സിലായേ? എഴുതിയെടുത്തോ? ഓക്കെ. അടുത്ത നമുക്ക് അല്ലേ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. പിരിച്ചെഴുതാനാണോ തന്നേക്കുന്നത്? അല്ല, നമുക്ക് ചേർത്ത് എഴുതാനാണ്. ഇല്ലേ? കൂട്ടായും പ്ലസ് ഒക്കെ അത് ചേർത്ത് എഴുതാനല്ലേ? ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലെ പിരിച്ചെഴുതുക മാറ്റി അവിടെ നമ്മൾ എന്താക്കി കൊടുക്കണം? ചേർത്തെഴുതുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ചേർത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിൽ തന്നേക്കുന്ന പിരിച്ചെഴുതുക അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ചേർത്തെഴുതുക എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ചേർത്തെഴുതാനുള്ള ആദ്യത്തെ വാക്കാണ് കൂട്ടരും പ്ലസ് ഒക്കെ. നമുക്ക് എങ്ങനെ ചേർത്തെഴുതാം? എങ്ങനെ ചേർത്തെഴുതാം? കൂട്ടരുമൊക്കെ. എങ്ങനെ ചേർത്തെഴുതാം? കൂട്ടരുമൊക്കെ. കൂട്ടരും പ്ലസ് ഒക്കെ. നമുക്ക് എങ്ങനെ ചേർത്തെഴുതാം? കൂട്ടരുമൊക്കെ. രണ്ടാമത് നോക്കേ, കൂടി പ്ലസ് പുറപ്പെട്ടു. നമ്മൾ എങ്ങനെ ചേർത്തെഴുതും? എങ്ങനെ ചേർത്തെഴുതും? ആ, കൂടി പുറപ്പെട്ടു. എങ്ങനെ എഴുതാം? കൂടി പുറപ്പെട്ടു. കൂടി പുറപ്പെട്ടു. നമ്മൾ രണ്ടാമത്തെ ചേർത്തെഴുതാനുള്ള വാക്ക്
ഏതാണ്? കൂടി പ്ലസ് പുറപ്പെട്ടു. നമ്മൾ എങ്ങനെ ചേർത്ത് എഴുതും? കൂടി പുറപ്പെട്ടു. അടുത്ത മൂന്നാമത്തെ വാക്ക് നോക്കേ, കോർത്ത് പ്ലസ് ഉള്ള. നമ്മൾ എങ്ങനെ ചേർത്ത് എഴുതും? കോർത്തുള്ള അല്ലേ? എങ്ങനെ ചേർത്ത് എഴുതാം? കോർത്തുള്ള. അടുത്ത വാക്ക് നോക്കേ, മഞ്ഞ പ്ലസ് കുറി. നമുക്ക് എങ്ങനെ ചേർത്ത് എഴുതി പറയാം? എങ്ങനെ പറയാം? മഞ്ഞക്കുറി. പറയൂടെ? ഇത് പറയാം, മഞ്ഞക്കുറി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചേർത്തെഴുതുക. നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചേർത്തെഴുതുക. ആദ്യത്തെ വാക്ക് ഏതൊക്കെയായിരുന്നു? കൂട്ടരും പ്ലസ് ഒക്കെ. നമുക്ക് എങ്ങനെ ചേർത്തെഴുതാം? കൂട്ടരും ഒക്കെ. അടുത്ത വാക്ക് ഏതാ? കൂടി പ്ലസ് പുറപ്പെട്ടു. നമ്മൾ എങ്ങനെ ചേർത്തെഴുതും? കൂടി പുറപ്പെട്ടു. അടുത്ത മൂന്നാമത്തെ ഏതായിരുന്നു? കോർത്ത് പ്ലസ് ഉള്ള. നമുക്ക് എങ്ങനെ ചേർത്തെഴുതാം? കോർത്തുള്ള. അടുത്ത വാക്ക് ഏതൊക്കെയാ? മഞ്ഞ പ്ലസ് കുറി. നമ്മൾ എങ്ങനെ എഴുതും? മഞ്ഞക്കുറി. ഇത്ര മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ശരിയായ പദം എടുത്തെഴുതുക. എഴുതിയാലോ? ശരിയായ പദം എടുത്തെഴുതാം. ആദ്യത്തെ വാക്കുകൾ നോക്കേ, അഞ്ജനം. അഞ്ജനം, അതിൽ ഏത് വാക്കാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത്? ആദ്യത്തെ വാക്കില്ലേ, ആദ്യം കിടക്കുന്ന അഞ്ജനമാണ് ശരി. ഈ അഞ്ജനമാണ് കറക്റ്റ് ആയിട്ടുള്ള അഞ്ജനം അല്ലേ? അഞ്ജനം. രണ്ടാമത് നിങ്ങൾ തെറ്റല്ലേ? ഇപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്? ഈ അഞ്ജനം. ഓക്കെ, അടുത്ത അമ്പിളി. അമ്പിളി ഏതാണ് അത് ശരിയായിട്ട് കിടക്കുന്ന വാക്ക്? രണ്ടാമത് കിടക്കുന്ന അമ്പിളിയാണ് ഇല്ലേ? ശരി, അമ്പിളി. അടുത്ത മൂന്നാമത് നോക്കിക്കേ, കുഞ്ഞരം കുഞ്ചരം. ഇതിൽ ഏതാണ് കറക്റ്റ്? ഏത് വാക്കാ കറക്റ്റ് ആയിട്ടുള്ള വാക്ക്? രണ്ടാമത് കിടക്കുന്ന കുഞ്ചരം ഇല്ലേ? ഇങ്ങനെ എഴുതുന്ന കുഞ്ചരാണ് കറക്റ്റ്. കുഞ്ചരം. ഓക്കെ, അടുത്ത വാക്ക് നോക്കിക്കേ, മഞ്ചാടി. മഞ്ചാടി, അതിൽ ഏത് മഞ്ചാടിയാ കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത് കിടക്കുന്ന മഞ്ചാടി. ഈ മഞ്ചാടി ഇല്ലേ? ഇങ്ങനെ എഴുതുന്ന മഞ്ചാടിയാണ് ശരിയായിട്ടുള്ള. നമ്മൾ ആദ്യത്തെ അഞ്ജനം. അഞ്ജനം, അതിൽ ആദ്യം കിടക്കുന്ന അഞ്ജനമാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അത് കഴിഞ്ഞിട്ട് അമ്പിളി. അമ്പിളി, അതിൽ രണ്ടാമത് കിടക്കുന്ന പദം അല്ലേ? ഈ അമ്പിളിയാണ് കറക്റ്റ്. മൂന്നാമത്തത് കുഞ്ഞരം. കുഞ്ചരം, അതിൽ ഏതാണ്? രണ്ടാമത് കിടക്കുന്ന കുഞ്ചരമാണ് കറക്റ്റ് വാക്ക്. അതിനുശേഷം മഞ്ചാടി. മഞ്ചാടി, രണ്ടാമത് കിടക്കുന്ന മഞ്ചാടിയാണ് ശരിയായിട്ടുള്ള പദം. ശരിയായിട്ടുള്ള പദം എഴുതാൻ പഠിച്ചേ? ഓക്കെ, ഇനി നമുക്കിനി അടുത്ത പൂരിപ്പിക്കുക നോക്കിക്കേ. കണ്ടോ പൂരിപ്പിക്കുക? അതില് വേട്ടയ്ക്ക് കോപ്പുകൾ ഡാഷ്. അവിടെ നമുക്ക് എന്തെഴുതാം? വേട്ടയ്ക്ക് കോപ്പുകൾ എന്തെഴുതും? കൂട്ടിപ്പുറപ്പെട്ടു. എന്തെഴുതാം നമുക്ക്? കൂട്ടിപ്പുറപ്പെട്ടു. അപ്പൊ ഡാഷ് ഇട്ടേക്കുന്ന ഭാഗത്ത് നമ്മൾ എന്തെഴുതും? വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു. ഡാഷിന്റെ ഭാഗത്ത് നമ്മൾ എന്തെഴുതി കൊടുക്കണം? കൂട്ടിപ്പുറപ്പെട്ടു. ടെക്സ്റ്റ് തന്നേക്കുന്ന അതുപോലെ എഴുതിയാൽ മതി. വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു. അടുത്ത വാക്ക് നോക്കിക്കേ, ചെമ്പിച്ച താടിയും ഡാഷ്. ചെമ്പിച്ച താടിയും വേറെന്തായിരുന്നു നമ്മൾ പറഞ്ഞ? ചെമ്പിച്ച താടിയും മീശയും കേശവും. നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അവിടെ നമ്മൾ ആ ഡാഷ് കൊണ്ട് എന്ത് ചേർത്ത് കൊടുക്കണം? മീശയും കേശവും. അപ്പം ചെമ്പിച്ച താടിയും ഡാഷ്, അവിടെ നമ്മൾ മീശയും കേശവും ഒന്ന് ചേർത്ത് കൊടുക്കണം. അടുത്ത വമ്പിച്ച കൈകളിൽ ഡാഷ്. എന്താണ് വമ്പിച്ച കൈകളിൽ? എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റ് നോക്കി ടീച്ചറിന് പറഞ്ഞു തന്നെ. വമ്പിച്ച കൈകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? വില്ലും ശരങ്ങളും. എന്താണ്? വില്ലും ശരങ്ങളും. വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും. അടുത്ത വാക്ക് നോക്കിക്കേ, ഡാഷ് പർവ്വതം പോലെ ശരീരവും. എങ്ങനത്തെ പർവ്വതം പോലെയുള്ളതായിരുന്നു? നമ്മൾ കവിതയിൽ പഠിച്ചില്ലേ? എങ്ങനത്തെ പർവ്വതം പോലെയാ? അഞ്ജന പർവ്വതം പോലെ അല്ലേ? കറുത്ത പർവ്വതം പോലെയുള്ള ശരീരമായിരുന്നു. നമ്മൾ എന്തെഴുതണം? അഞ്ജന. അഞ്ജന പർവ്വതം പോലെ ശരീരം. അപ്പൊ പൂരിപ്പിക്കുക നമ്മൾ എന്തൊക്കെ എഴുതി? വേട്ടയ്ക്ക് കോപ്പുകൾ ഡാഷ്. അവിടെ എന്തെഴുതണം? കൂട്ടി പുറപ്പെട്ടു. അടുത്ത് നോക്കിക്കേ, ഡാഷ് ചെമ്പിച്ച താടിയും ഡാഷ്. എന്തൊക്കെയാ? മീശയും കേശവും. അടുത്ത വമ്പിച്ച കൈകളിൽ ഡാഷ്. അവിടെ എന്തൊക്കെ എഴുതാം? വില്ലും ശരങ്ങളും. ഡാഷ് പർവ്വത
ശരീരവും. എന്ത് പർവ്വതം പോലെ? അഞ്ജന പർവ്വതം പോലെ. ഇത് നമുക്ക് തന്നേക്കുന്നത് നാനാർത്ഥം എഴുതുക. നാനാർത്ഥം എഴുതുകയിൽ നമുക്കൊരു വാക്ക് വന്നിട്ടുണ്ട് കുംഭം അല്ലേ? കുംഭത്തിന് നമുക്ക് എന്തൊക്കെ നാനാർത്ഥം എഴുതാം? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. കുംഭത്തിന് നമുക്ക് എന്തൊക്കെ നാനാർത്ഥം എഴുതാം? എന്തൊക്കെ നാനാർത്ഥം എഴുതാം? കുടം അല്ലേ? കുംഭം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? കുംഭം എന്ന് വെച്ചാൽ എന്തൊക്കെ നാനാർത്ഥം എഴുതാം? കുടം. കുംഭം മീൻസ് കുടം. പിന്നെ നമുക്ക് എന്താ എഴുതാം? കുംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെന്തോ കേട്ടിട്ടുണ്ടല്ലേ? എന്തുവാ അത്? ഒരു മലയാള മാസം അല്ലേ? കുംഭം എന്താണ്? ഒരു മലയാള മാസം കൂടിയാണ് കുംഭം എന്ന് പറഞ്ഞാൽ. ഒരു മലയാള മാസം. കുംഭം എന്താണ്? ഒരു മലയാള മാസം. കുംഭത്തിൽ നമുക്ക് എന്തൊക്കെ നാനാർത്ഥങ്ങൾ എഴുതി? കുടം, ഒരു മലയാള മാസം. കറക്റ്റ് ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത നമുക്ക് അർത്ഥവ്യത്യാസം എഴുതുക നോക്കാം. എല്ലാം റെഡിയല്ലേ? ഓക്കെ, ആദ്യത്തെ വാക്ക് ഏതാക്കിക്കേ? വിക്രമം. വിക്രമത്തിന്റെ അർത്ഥം നമുക്ക് എന്തെഴുതാം? വിക്രമം എന്താണ്? എന്താ? പരാക്രമം. എന്താണ്? പരാക്രമം. അടുത്ത വാക്ക് നോക്കേ, അക്രമം. അക്രമത്തിൽ നമുക്ക് എന്തെഴുതാം? അർത്ഥം അക്രമം. നിങ്ങൾ പറഞ്ഞേ, അക്രമം എന്തെഴുതാം? അഴിമതി. എന്താണ്? അഴിമതി. ഓക്കെ, വിക്രമം, പരാക്രമം, അക്രമം, അഴിമതി. അടുത്ത വാക്ക് നോക്കേ, ഭഞ്ജനം അല്ലേ? എന്താണ്? ഭഞ്ജനം. ഭഞ്ജനത്തിന് നമുക്ക് എന്തെഴുതാം? അർത്ഥം ഭഞ്ജനം എന്താണ്? ഭഞ്ജനം മീൻസ് എന്താ? നശിപ്പിക്കൽ. എന്താണ്? നശിപ്പിക്കൽ. ഭഞ്ജനം എന്താണ്? നശിപ്പിക്കൽ. അടുത്ത വാക്ക് ഏതാ? ഭജനം അല്ലേ? ഭജനം. ഭജനത്തിന് നമുക്ക് എന്താ എഴുതാം? അർത്ഥം നമ്മൾ സേവ എന്നൊക്കെ പറയില്ലേ? അല്ലേ? ഭജന ഇരിക്കണമെങ്കിൽ ഭജനം ചെയ്യാൻ നമ്മൾ പറയത്തില്ലേ? സേവ. ഭജനം, സേവ. അടുത്ത വാക്ക് നോക്കേ, അഞ്ജസ. എന്താ അഞ്ജസ? അഞ്ജസ എന്താ അർത്ഥം? അഞ്ജസ അർത്ഥം പെട്ടെന്ന്. എന്താണ്? പെട്ടെന്ന്. അഞ്ജസ പെട്ടെന്ന്. അടുത്ത ഏതാ? അഞ്ജനം. എന്താണ് അഞ്ജനം? അഞ്ജനം നമ്മൾ പഠിച്ചത് എന്താ? അഞ്ജനം കറുത്തത് അല്ലേ? എന്താണ്? കറുത്തത്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അർത്ഥവ്യത്യാസം എഴുതുക. ആദ്യത്തെ വാക്ക് വിക്രമം, പരാക്രമം. അക്രമം, അഴിമതി. ഭഞ്ജനം, നശിപ്പിക്കൽ. ഭജനം, സേവ. അഞ്ജസ എന്താ? പെട്ടെന്ന്. അഞ്ജനം, കറുത്തത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? പകരം പദം, പര്യായ പദം പിരിച്ച് ചേർത്തെഴുതുക, ശരിയായ പദം എടുത്തെഴുതുക, അർത്ഥവ്യത്യാസം എഴുതുക, പൂരിപ്പിക്കുക, നാനാർത്ഥം എഴുതുക. ഒരു പകരം പദം പഠിച്ച ഏതൊക്കെയായിരുന്നു? ചട്ടക. ചട്ടക എന്താ? ഭയങ്കരമായ. വിക്രമം എന്തായിരുന്നു? പരാക്രമം. കോപ്പുകൾ എന്തായിരുന്നു? നമ്മൾ പകരം പദം പഠിച്ചത്? സാധനങ്ങൾ. മൃഗോദരൻ, ഭീമൻ. കേശം, തലമുടി. അമ്പിളി, ചന്ദ്രൻ. അഞ്ജനം, കറുത്തത്. കുഞ്ചരം, ആന. മായൂരം, മയിൽ. മായൂരപിച്ചം, മയിൽപ്പീലി. അതിനുശേഷം നമ്മൾ പര്യായപദം എഴുതാൻ പഠിച്ചു ഇല്ലേ? ടീച്ചർ ചോദിക്കാം, നിങ്ങൾ പറയണം. കാട്. കാടിന് നമ്മൾ എന്തൊക്കെ പര്യായപദങ്ങൾ പഠിച്ചു? അരണ്യം, വനം, കാനനം. അടുത്ത വാക്ക് ഏതാ? ഹീമൻ. ഹീമന്റെ പര്യായപദം മൃഗോദരൻ. അടുത്ത മുടി. മുടിക്ക് നമ്മൾ എന്തൊക്കെ പര്യായപദങ്ങൾ പഠിച്ചു? കേശം, ചിഗുരം, കുന്തളം. അടുത്ത വാക്ക് ഏതാ? പർവ്വതം. പർവ്വതത്തിന് എന്തൊക്കെ പര്യായപദങ്ങൾ പറഞ്ഞു? അജലം, അദ്രി, ശൈലം, ഗിരി. അടുത്ത ഏതായിരുന്നു? കണ്ണ് അല്ലേ? കണ്ണ് എന്തൊക്കെ പര്യായപദങ്ങൾ പഠിച്ചു? നേത്രം, അക്ഷി, നയനം. പിന്നെ നമ്മൾ പഠിച്ചത് ചേർത്തെഴുതുക. എങ്ങനെ ചേർത്തെഴുതാം? കൂട്ടരും പ്ലസ് ഒക്കെ. നമ്മൾ എങ്ങനെ ചേർത്തെഴുതും? കൂട്ടരും ഒക്കെ. കൂടി പ്ലസ് പുറപ്പെട്ടു. എങ്ങനെ ചേർത്തെഴുതാം നമുക്ക്? കൂടി പുറപ്പെട്ടു. കോർത്ത് പ്ലസ് ഉള്ള. എങ്ങനെ എഴുതും? കോർത്തുള്ള. മഞ്ഞ പ്ലസ് കുറി. എന്താണ്? മഞ്ഞക്കുറി. ഓക്കെ, അത് നമ്മൾ ശരിയായ പദം എടുത്തെഴുതാൻ പഠിച്ചു അല്ലേ? ആദ്യത്തെ
അഞ്ജനം. രണ്ടാമത് കിടക്കുന്ന ഏത് അമ്പിളിയിൽ ഏതാണ്? രണ്ടാമത് കിടക്കുന്ന അമ്പിളി എന്ന് പറഞ്ഞ വാക്കാണ് കറക്റ്റ്. അടുത്തത് കുഞ്ഞരം കുഞ്ചരം, അതിലേതാണ്? രണ്ടാമത് കിടക്കുന്ന കുഞ്ചരമാണ് കറക്റ്റ്. മഞ്ചാടി മഞ്ചാടി, അതിലേതാണ്? രണ്ടാമത് കിടക്കുന്ന മഞ്ചാടിയാണ് കറക്റ്റ്. അടുത്ത അർത്ഥ വ്യത്യാസം എഴുതുക നമ്മൾ പഠിച്ചു അല്ലേ? വിക്രമം എന്തായിരുന്നു? പരാക്രമം. അക്രമം അഴിമതി. അഞ്ജനം ഏതാണ്? നശിപ്പിക്കൽ. ഭഞ്ജനം ഏതാണ്? നശിപ്പിക്കൽ. ഭജനം സേവ. അഞ്ജസ എന്താ? പെട്ടെന്ന്. അഞ്ജനം കറുത്തത്. അടുത്ത് നമ്മൾ പൂരിപ്പിക്കുക പഠിച്ചു അല്ലേ? വേട്ടയ്ക്ക് കോപ്പുകൾ ഡാഷ്, എന്താണ്? വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു. അടുത്ത ഏതാ നോക്കിക്കേ? ചെമ്പിച്ച താടിയും ഡാഷ്, എന്താണ്? മീശയും കേശവും. വമ്പിച്ച കൈകളിൽ ഡാഷ്, എന്താ? വില്ലും ശരങ്ങളും. ഡാഷ് പർവ്വതം പോലെ ശരീരവും, എന്ത് പർവ്വതം പോലെയായിരുന്നു ശരീരം? അഞ്ജന പർവ്വതം പോലെ ശരീരവും. ഓക്കെ, പിന്നെ നമ്മള് നാനാർത്ഥം പഠിച്ചു ഇല്ലേ? കുംഭം. കുംഭത്തിൽ നമ്മൾ എന്തൊക്കെ നാനാർത്ഥം പഠിച്ചു? കുടം. പിന്നെന്തായിരുന്നു? ഒരു മലയാള മാസം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതണം, ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ പഠിക്കുന്ന വോയിസ് മെസ്സേജും ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഇത് ഇത്രയും പഠിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.